മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് മാത്രമേ ചെയ്യാവൂ. ഒരു നല്ല കാര്യം ഈ സംസ്ഥാനത്തെ ബിജെപിയുടെ പറഞ്ഞു. കന്യാസ്ത്രീകളുടെ മേൽ ആരോപിക്കപ്പെട്ടത് ശരിയല്ല, അത് സത്യമല്ല എന്ന് ഇവിടുത്തെ ബിജെപിയുടെ പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്കെന്ത് പറയാൻ? എങ്കിൽ പിന്നെ എന്തിനാ കൽത്തു വിട്ടയച്ചാൽ പോലെ? ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്തിനാ അവിശ്വസിക്കുന്നത്? വേഗത്തിൽ അവരെ മോചിപ്പിച്ച് അവരെ അതിന് തടങ്കലിലാക്കിയവർക്ക് എതിരെ നടപടി ഉണ്ടാകണം. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ചില പത്രമാധ്യമങ്ങളൊക്കെ ഈ ദിവസങ്ങളില് പിതാക്കന്മാരെയൊക്കെ കാണുന്നുണ്ട്, തുടരെ കാണുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നു, ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആകുമ്പോ കേക്കും ഒക്കെ ആയിട്ട് വരികയും പിന്നീട് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന്. എന്റെ അഭിപ്രായത്തിൽ സംഭാഷണം വിഷയങ്ങൾക്ക് പരിഹാരം നിർണയിക്കുവാൻ സാധ്യമാകുന്ന ഘടകമാണ്. സംസാരിക്കാതെ ഇരിക്കുന്നത് വഴി ഒന്നും നന്മയുണ്ടാവില്ല. പക്ഷേ അതിൽ കുറെ പരമാർത്ഥത ഈ ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുന്നു എന്നതാണ് പരമാർത്ഥം. എന്ന് പറയാറുണ്ടല്ലോ, പറയുന്നത് പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു ആധികാരികത നാം പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഈ സഹോദരിമാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇവർ രണ്ടുപേരുടെ ഒരു റിലീസ് എന്നതിനേക്കാൾ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ആരോപിക്കപ്പെടുന്നത് പോലെ ഒരു 2000 വർഷമായി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ഇപ്പോഴും നമ്മുടെ ജനസംഖ്യ 2.5% പോയിട്ടില്ല. 2000 വർഷമായിട്ടുള്ള അധ്വാനമാണെന്നാ പറയുക. തെറ്റിദ്ധരിക്കപ്പെട്ട അനേകം ഘടകങ്ങളുണ്ട്. അത് സംഭാഷണത്തിലൂടെ പരിഹരിക്കപ്പെടണം. തുറന്ന മനസ്സോടെ ചിന്തിക്കണം. ഇത് സംസാരിക്കുന്നത്, ഇത് പങ്കുവയ്ക്കുന്നതും ഇന്ത്യൻ രക്തമുള്ള ക്രൈസ്തവ സമൂഹമാണ്. ഇന്ത്യയുടെ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന ക്രൈസ്തവ സമൂഹമാണ് ഈ രാജ്യത്ത് ഒരാനുകൂല്യമല്ല പൗരാവകാശത്തെ കുറിച്ച് സംസാരിക്കുക. എണ്ണം കുറയുന്നത് കൊണ്ട് പരിഗണന കിട്ടാതെ പോകുമോ എന്ന് സംശയിച്ചതുകൊണ്ട് ദീർഘവീക്ഷണമുള്ള ഭരണഘടനാ പിതാക്കന്മാർ ശഠിച്ചു. ന്യൂനപക്ഷമാകുന്നതിന്റെ പേരിൽ ഭാരതത്തിൽ ഒരു സമൂഹവും അന്യം നിന്നു പോകാൻ പാടില്ല. അവരുടെ സംസ്കാരം ജീവിക്കണം. അതുകൊണ്ട് ന്യായമായ ചില അവകാശങ്ങൾ ഭരണഘടനാ പിതാക്കന്മാർ, അത് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിലെ പ്രതിനിധികൾ, അവരാണ് കൽപ്പിച്ച് നിശ്ചയിച്ചത്. ഒരു സംസ്കാരത്തിന്റെ അടയാളമാണത്. ജീവിക്കുന്ന സംസ്കാരത്തിന്റെ പ്രതിധ്വനി. അതേക്കുറിച്ച് ഞങ്ങൾ വേദനിക്കുക. അത് ലഭിക്കാതെ പോകുമ്പോൾ തികഞ്ഞ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഒരപേക്ഷ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നെ പിതാക്കന്മാർ സംസാരിക്കുമല്ലോ. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ഇച്ഛാശക്തി ഭരണാധികാരികൾ ഉടനടി കാണിക്കണം. സാമ്പത്തികമായും ഒക്കെ ഇങ്ങനെയുള്ള ചില കെടുതികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇച്ഛാശക്തി പ്രകടിപ്പിച്ച്
അടിയന്തരമായ നടപടികൾ എടുത്ത് അതിന് പരിഹാരം കാണുമ്പോഴാണ് നമുക്ക് ഒരു സുരക്ഷിതത്വം നമ്മുടെ ദേശത്ത് അനുഭവപ്പെടുക. ആ നല്ല സംരക്ഷണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകരുത്. ഇതെല്ലാം കണ്ട് ഭയപ്പെട്ട് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ സുവിശേഷം മടക്കി വയ്ക്കുമെന്ന് സജീവമായി യേശുക്രിസ്തു രക്ഷിതാവെന്ന് പറയാൻ ഞങ്ങളുടെ നാവുകൾക്ക് ബലമുണ്ട്. അത് തുടരും. ബഹുമാനത്തോടും ആദരവോടും മറ്റുള്ളവരെ കണ്ട് മറ്റ് വിശ്വാസങ്ങളെ മാനിച്ച് ഈ ശുശ്രൂഷ തുടരും. ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഇടയിൽ അവസാനത്തെ ക്രിസ്ത്യാനി അവശേഷിക്കുന്നത് വരെ ക്രിസ്തീയ സഭ ഇവിടെ ഉണ്ടാകും എന്ന് പരസ്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്